എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്കുള്ളിൽ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടാനുള്ള ലാസ്റ്റ് ചാൻസാണ്. ഇനിയൊരു അവസരം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതല്ല. ഇപ്പോൾ നൽകുന്ന ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ടാണ് പിന്നീടുള്ള സപ്ലിമെൻ്ററി ഘട്ടവും അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷനും നടത്തപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു നിർദ്ദേശങ്ങൾ പ്രകാരം പറഞ്ഞിട്ടുള്ളത്, ഇതുവരെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ, ഇതുവരെ അപേക്ഷിച്ചിട്ടും അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അപേക്ഷയിൽ തെറ്റൊന്നും ഇല്ലാതിരുന്നിട്ടും അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹയർ സെക്കൻഡറി തലത്തിലെ NSQF അധിഷ്ഠിതമായിട്ടുള്ള 43 കോഴ്സുകളിലേക്കാണ് പ്രവേശനം നടക്കുന്നത്. അപേക്ഷയിലെ കാറ്റഗറി തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. SSLC മാർക്ക് ലിസ്റ്റിലെ എല്ലാ കാറ്റഗറികളും അപേക്ഷയിലേക്ക് അതുപോലെ പകർത്താൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഇയവ, മുസ്ലിം, അതുപോലെ മറ്റ് പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾ, പിന്നോക്ക ക്രിസ്ത്യൻ, ലത്തീൻ, കത്തോലിക്ക, ധീവര, വിശ്വകർമ്മ, കുശവൻ, കുടുംബി എന്നീ SSLCയിലെ പൊതുവെ SSLCയിൽ OBC എന്നായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പ്രവേശന പ്രക്രിയയിൽ പ്രത്യേക സംവരണാനുകൂല്യങ്ങൾ ഉള്ളതിനാൽ ഇവ ഓരോന്നും പ്രത്യേക കാറ്റഗറികളായിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. ഓരോ ജാതിയുടെയും കാറ്റഗറികൾ മനസ്സിലാക്കുന്നതിന് പ്രോസ്പെക്ടസിൻ്റെ അനുബന്ധം 3 നോക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ https admission.vhscportal.kerala.gov.in എന്നുള്ള അഡ്മിഷൻ വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ നിർമ്മിച്ച ശേഷം ലോഗിൻ ചെയ്ത് അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാവുന്നതാണ്. മുഖ്യ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ച കുട്ടികൾ അപേക്ഷ പുതുക്കുന്നതിന് കാൻഡിഡേറ്റ് ലോഗിനിലെ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിലൂടെയാണ് പുതിയ ഓപ്ഷനുകൾ നൽകി അപേക്ഷ അന്തിമമായിട്ട് സമർപ്പിക്കേണ്ടത്. അപേക്ഷകളുടെ പ്രിൻ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതും അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ ഹാജരാക്കേണ്ടതുമാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള പ്രവേശനം കഴിഞ്ഞുള്ള ഒഴിവുകളിലേക്കായിരിക്കും സപ്ലിമെൻ്ററി ഘട്ടത്തിലെ അപേക്ഷകരെ പരിഗണിക്കുക. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ വേക്കൻസി കണക്കിലെടുക്കാതെ കുട്ടികൾക്ക് ആവശ്യമുള്ള സ്കൂളുകളിലെ ആവശ്യമുള്ള കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് 0 വേക്കൻസി ആണെങ്കിൽ കൂടി ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജില്ലയിലേക്ക് മാത്രമല്ല എത്ര ജില്ലയിലേക്ക് വേണമെങ്കിലും അപേക്ഷ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വേക്കൻസി ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക വേക്കൻസി അറിയാനായിട്ട്. അപ്പോൾ അതിനുശേഷം ഏത് വെബ്സൈറ്റാണെന്ന് പറഞ്ഞുതരാം. അതായത് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, വേക്കൻസി ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഈ ഒരു രീതിയിൽ വേക്കൻസി കാണാൻ പറ്റും. ഇവിടെ 0 വേക്കൻസി ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ജില്ലയിലേക്ക് കൂടി ഓപ്ഷൻ വെക്കണമെങ്കിൽ ആ ഒരു ജില്ല കൂടി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അവിടുത്തെ വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ 0 വേക്കൻസി ഉള്ള സീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ പല ജില്ലയിലും കുറേ വേക്കൻസി നിലവിൽ ഒഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ജില്ലകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. നിരവധി വേക്കൻസീസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകളിലേക്ക് ഇഷ്ടമുള്ള ആ സ്കൂളിലൊക്കെ നിങ്ങൾ ഇപ്പോൾ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് മുഖേന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അത് നിങ്ങൾ ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ലിങ്ക് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ, പാസ്വേഡ്, അതുപോലെ തന്നെ അവിടെ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, അത് കൃത്യമായിട്ട് ആ ഒരു ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. പിന്നീട് ആപ്ലിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓൾറെഡി ഡീറ്റെയിൽസ് കൊടുത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽസ് കാണാം. അതിലെന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ പുതുതായിട്ടുള്ള ഓപ്ഷൻസുകൾ കൊടുക്കുക. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ പുതിയ ഓപ്ഷനുകൾ അതുപോലെ തന്നെ പുതിയ ഓപ്ഷനുകൾ മാത്രമല്ല നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പുതിയ ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പ്രിവ്യൂ പേജ് നോക്കാം. നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും 0 വേക്കൻസി ആണെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ ഓപ്ഷൻസും കൊടുക്കുക. കാരണം ഈ ഒരു ഇപ്പോൾ നൽകുന്ന ഓപ്ഷൻ വെച്ചിട്ടാണ് പിന്നീട് ഫസ്റ്റ് സപ്ലിമെൻ്ററി, സെക്കൻഡ് സപ്ലിമെൻ്ററി, സ്പോട്ട് അഡ്മിഷൻ എന്നിവയൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ സ്കൂളിലേക്കും കോഴ്സുകളിലേക്കും നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷൻസ് വെക്കുക. അപ്പോൾ അങ്ങനെ ഓപ്ഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്.
അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ വെച്ച് സേവ് ചെയ്ത് അവസാനം പ്രിവ്യൂ പേജിലെത്തും. പ്രിവ്യൂ പേജിൽ എത്തിയ ശേഷം നിങ്ങൾക്ക് അതിൽ ഒരു ഏറ്റവും താഴെയായിട്ട് തന്നെ ഒരു ഡിക്ലറേഷൻ ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യുക. അതിനുശേഷം ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യുക. കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുക്കുക. അത് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഈ ഒരു സ്കൂളിൽ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങൾക്കിവിടെ മാനുവൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു പേജിൽ തന്നെ നിങ്ങൾ കാണാം മാനുവൽ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇവിടെ ഈ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഓൺലൈനായിട്ട് സമർപ്പിക്കാം എന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നോക്കിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.